ഇത് നിങ്ങൾ ഇത് കേട്ടിട്ട് അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. ഇതിനെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ വന്നത്. 2-3 കാര്യം സാറിനോട് എനിക്ക് പറയാനുണ്ട്, വി.ഡി. സതീശൻ സാറിനോട്. ഒത്തിരി ഇപ്പം 2 ദിവസം കൊണ്ട് മീഡിയാസിലൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2 വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വന്നത് സാറിൻ്റെ മുന്നിലേക്ക്. അപ്പം സാർ, മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് സലീം കുമാറിന് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ, അത് വളരെ മോശമല്ലേ? മരിച്ചു പോയി. അയാൾക്ക് വേണ്ടിയിട്ട് നമ്മളിനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അയാൾ ജീവിതത്തിൽ ഒരുപാട് സിനിമകൾ അഭിനയിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ മനസ്സിലൊക്കെ അയാൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ അതുപോലെ സാർ, ഈ മരിച്ചു പോയവർക്ക് വേണ്ടിയിട്ട് ഈ 1 കോടി രൂപ ഇങ്ങനെ ചിലവാക്കുക, ഒരു സ്മാരകം പണിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റല്ലേ സാർ? ആലോചിച്ചൊരു തീരുമാനം എടുക്കണം സാർ. ഇന്ന് ഈ സമൂഹത്തിൽ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നവരുണ്ട്. കാരണം സാറ് ആലോചിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. എനിക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടാണ് ഈ സംസാരിക്കുന്നത് സാർ. ഇന്ന് ഒത്തിരിയും പേര് സ്വന്തം വീടില്ലാതെ വർഷങ്ങൾ കൊണ്ട് വാടകയ്ക്ക് കഴിയുന്നവരുണ്ട് സാർ. ഞാനും ആ കൂട്ടത്തിലുള്ളതാണ്. 15 വർഷം മുകളിലായി ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ ഈ 1 കോടി രൂപയെടുത്ത് ഈ ഇല്ലാത്ത പാവങ്ങൾക്ക്, നിവൃത്തിയില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക്, സ്ഥലമില്ലാത്തവർക്കും അവർക്ക് കൊടുത്തൂടെ സാർ? വീട് പണിയാനായിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുക. എനിക്കിന്ന് സ്ഥലവും ഇല്ല, വീടും ഇല്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേരുടെ അടുത്ത് അപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. അർഹത ഉള്ളവർക്ക് കൊടുക്കണം സാർ. ഇങ്ങനെയുള്ളവർക്ക്, ഞങ്ങളെപ്പോലെയുള്ള ഒത്തിരിയും പേരുണ്ട്. ഒത്തിരി പേരുണ്ട്. ഒരു മാസം വാടക കൊടുക്കാൻ എന്തോരം ബുദ്ധിമുട്ടുന്നറിയോ സാർ? ഞങ്ങൾ ഓരോ മാസവും ടെൻഷനാണ്, മാസം വാടക കൊടുക്കണം എന്നുള്ള ഒരു ഇതിൽ. അപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഒരാളുടെ വരുമാനം കൊണ്ടാണ് ഈ വീട് കഴിഞ്ഞ് പോകുന്നത് സാർ. ഞാനൊരു നടക്കാൻ വയ്യാത്തൊരാളാണ്. ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരാളുടെ ഹെൽപ്പിലാണ് നടക്കുന്നത്, തന്നെ നടക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഒരാളുടെ വരുമാനം കൊണ്ടാണ്, തുച്ഛമായ ശമ്പളമേ ഉള്ളൂ, ഒരാളുടെ വരുമാനം കൊണ്ടാണ് ഈ ജീവിതം മുന്നോട്ട് പോകുന്നത് സാർ. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പം പറയുവാണ്. എൻ്റെ ആവശ്യങ്ങളും മറ്റുള്ളവർക്കും വേണ്ടിയിട്ടും കൂടെ ഞാൻ സംസാരിക്കുകയാണ് സാർ. അപ്പം ഞാനിന്ന് വാടകയ്ക്കാണ്. 10-15 വർഷം മുകളിലായി. ഒരുപാട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് വീടിന് വേണ്ടിയിട്ട്. അപ്പം ഈ ക്യാഷ് മറ്റുള്ളവർക്ക്, എന്നെപ്പോലെയുള്ള നിവൃത്തിയില്ലാത്തവർക്ക് കൊടുത്തൂടെ സാർ? ആ ക്യാഷ് അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ആഗ്രഹത്തിനൊത്ത് ഒരു വസ്തു എടുത്ത് അവർക്ക് വീട് പണിയാനായിട്ട് അവർക്ക് കൊടുത്തൂടെ അവരുടെ കൈകളിലേക്ക് ക്യാഷ്? അതിനനുസരിച്ച് സാർ. അതുപോലെ തന്നെ വേറൊന്ന് പറയാനുണ്ട്. ഈ സ്വയം തൊഴിൽ കണ്ടെത്തുന്നവർക്ക് വീട്ടിലുള്ള ഒരുപാട് പേരുണ്ട്, അമ്മമാർ, പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ആഗ്രഹമുണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തി സ്വന്തമായിട്ടൊരു വരുമാനം കൊണ്ട് അവർക്ക് ജീവിക്കാനായിട്ട്, അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട്. ആ കൂട്ടത്തിലുള്ളതാണ് ഞാനും. എന്നെപ്പോലെ മറ്റുള്ളവരുമുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം വീട്ടിലിങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ചെറിയ ലോൺ എടുത്ത് എനിക്കൊരു ചെറിയൊരു കടയിട്ട് തന്നു. പക്ഷേ അതിപ്പോൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി ബുദ്ധിമുട്ടാണ്. കടയിൽ സാധനം എനിക്ക് ഇറക്കാൻ പറ്റുന്നില്ല, അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്, പൈസയില്ല. അപ്പോൾ ഞാൻ ഞാൻ ഒരുപാട് ബാങ്കുകളിൽ ലോണിന് പോയപ്പോഴത്തേക്കൊക്കെ എന്നെപ്പോലെയുള്ളവർ ഒത്തിരിയും പേര് അവരെന്നോടും വന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്കിൽ പോകുമ്പോഴത്തേക്ക് പുതിയ നിയമം വന്നിട്ടുണ്ട്, സിബിൽ എന്ന് പറയുന്ന ഒരു ഇത് വന്നിട്ടുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ബാങ്കുകളിൽ ലോണ് കിട്ടും, ബിസിനസ് ചെയ്ത് അവർ സ്വന്തം ജീവിതങ്ങൾ നോക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സിബിൽ വന്ന കാരണം ഞങ്ങളെപ്പോലെ ഉള്ളവർ ബാങ്കിൽ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചില ബാങ്കുകാർ ലോണ് തരുന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ എടുക്കാത്തവർക്കും ജീവിതത്തിൽ എടുത്തവർക്കും ഒക്കെ സിബിൽ വേണം എന്നാണ് അവർ പറയുന്നത് സാർ. അപ്പോൾ ഇങ്ങനെ ആയാൽ ഞങ്ങളെപ്പോലെയുള്ളവർ എങ്ങനെ ജീവിക്കും സാർ? ഒരാളുടെ വരുമാനം കൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല സാർ. സാറിന് അറിയാമല്ലോ, ഇന്നത്തെ സാധനത്തിൻ്റെ വിലക്കയറ്റവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം സാറിന് അറിയാവുന്നതാണ്. അപ്പം ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഒന്ന് ഹെൽപ്പായാൽ, ആ ക്യാഷ് കൊണ്ട് ഇങ്ങനെ ഒരു പുണ്യകർമ്മം ചെയ്താൽ സാർ ചെയ്യുന്നൊരു വലിയൊരു കാര്യമായിരിക്കും ഈ സമൂഹത്തിൽ. അതുമാത്രമല്ല, ഞങ്ങളെപ്പോലെയുള്ളവർ സാറിനെ വോട്ട് തന്ന് ജയിപ്പിച്ചത് ഇങ്ങനെയുള്ള മനുഷ്യർക്ക്, നല്ല മനുഷ്യർക്ക്, പാവപ്പെട്ടവർക്കൊരു ഗുണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സാർ. അല്ലാതെ
ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എല്ലാവരും എതിർക്കുന്നത്. കാരണം ഇത് തീരുമാനം എടുത്തിരിക്കുന്ന തെറ്റാണ് സാർ. അല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ കണ്ടില്ലേ വിജയ് സാർ ചെയ്യുന്ന എന്താണെന്ന് ബുദ്ധിപൂർവ്വം ആലോചിച്ചാണ് ഓരോ കാര്യങ്ങളും പുള്ളി ചെയ്യുന്ന നാട്ടുകാർക്ക് വേണ്ടിയിട്ട്, പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ചെയ്യണം സാർ. എങ്കിൽ സാറിനെ എല്ലാവരും സ്നേഹിക്കും, എല്ലാവരും സാറിനൊത്ത് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം സാർ. ബുദ്ധിപൂർവ്വം ആലോചിച്ച് സാറിൻ്റെ മനസ്സിൽ എന്ത് തോന്നുമോ അത് ചെയ്യുക, ആലോചിച്ച് ചെയ്യുക സാർ. പിന്നെ ഇങ്ങനെയുള്ള ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പായാൽ വളരെയധികം എത്ര ജീവിതങ്ങൾ, എത്ര കുടുംബങ്ങൾ രക്ഷപ്പെടും സാർ. എത്രയോ കുടുംബങ്ങൾ ഇന്ന് വാടക കൊടുക്കാൻ പറ്റാതെ ദുഃഖിച്ച് ഇന്ന് വീടുകളിൽ കഴിയുന്നുണ്ട്, ടെൻഷൻ അടിച്ച് കഴിയുന്നുണ്ട്. അടുത്ത മാസം വാടക കൊടുക്കണം എന്നൊക്കെ ഞങ്ങൾ ആ കൂട്ടത്തിലുള്ളതാണ് സാർ. അപ്പോൾ അതുകൊണ്ട് ഞാനിന്നിതിപ്പോൾ തുറന്ന് പറയുന്നത് എനിക്ക് നാണക്കേടൊന്നുമില്ല സാർ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന എന്താണോ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് എനിക്കത് ചെയ്തു കൊടുക്കണം സാർ, എന്നെക്കൊണ്ട് പറ്റുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സാറിനോട് ഇത് തുറന്ന് പറയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ഒരാഴ്ചയ്ക്ക് മുമ്പേ, കാരണം അത്രയും വിഷമത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ജീവിതം. എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം എന്നോട് പറഞ്ഞായിരുന്നു, സാറിൻ്റെ ഇതൊക്കെ സ്റ്റാറ്റസൊക്കെ എൻ്റെ ഹസ്ബൻഡ് കോൺഗ്രസ്സിന് വേണ്ടി ഒരുപാട് ഇതാകുന്നുണ്ട്, വലിയ ഇഷ്ടമാണ്. അപ്പോൾ സാറിൻ്റെ ഈ ന്യൂസും ഇതുമൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പുള്ളി സ്റ്റാറ്റസ് ഇടും എപ്പോഴും എൻ്റെ ഹസ്ബൻഡ്. അപ്പം എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒരു ദിവസം സാറിനെ പോയി കാണുക, ഡയറക്റ്റ് പോയി കാണും, നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും, സാറ് നല്ലൊരാളാണ്, ചെയ്യും എന്നൊക്കെ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്ക് സാറിൻ്റെ മുന്നിൽ വരണമെന്നുണ്ട്, ഒരാളുടെ ഹെൽപ്പ് പിടിച്ചേ വരാൻ പറ്റും, നടക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് പറയാനൊരു മടിയുമില്ല സാർ. എനിക്ക് ഒരു ചെരുപ്പുണ്ട്, സാധാ ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ചെരുപ്പിൻ്റെ ബലത്തിലാണ് ഞാൻ നടക്കുന്നത്, സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുന്നത്. പക്ഷേ ആ ചെരുപ്പ് എനിക്കിന്ന് 2 വർഷമായി അത് കംപ്ലൈൻ്റ് ആയിട്ട്. എങ്കിലും ഞാൻ ആ ചെരുപ്പിട്ട് നടക്കാൻ വയ്യെങ്കിലും അതിട്ട് ഞാൻ പുറത്ത് പോകുമ്പോൾ ഞാൻ കടയിൽ പോയിരിക്കുമ്പോഴൊക്കെ അതിട്ടിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്. പക്ഷേ നടക്കാൻ പറ്റുന്നില്ല, ഒരുവിധം എങ്ങനെയെങ്കിലും കാല് നൂരി പോരുകയാണ്. കാരണം അത്രയും കംപ്ലൈൻ്റ് ആയ ചെരുപ്പ് 2 വർഷത്തോളമായി. പക്ഷേ എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് വിഷമമുണ്ട്. കാരണം പുള്ളി ഒരു വരുമാനമുണ്ട്, വീട് വാടക കൊടുക്കണം, കറണ്ട് ബില്ലടയ്ക്കണം, വീട്ടിൽ ചിലവ് നോക്കണം, മറ്റുള്ള മക്കളുടെ പഠിത്തം നോക്കണം, ഇതെല്ലാം നോക്കണം സാർ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുള്ളിനെ ബുദ്ധിമുട്ടിക്കാനൊരു ഇതുണ്ട്. എല്ലാം കണ്ടും കേട്ടും ജീവിക്കുന്ന ഒരു പെണ്ണല്ലേ ഞാൻ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ പറയുക, ചെരുപ്പ് എനിക്ക് ഇതാക്കി തന്നെ അത് 1-2 പൈസയില്ല സാർ, ഒത്തിരിയും പൈസ വേണം ചെരുപ്പ് ഒന്ന് പുതിയത് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ. അപ്പോൾ സാറിൻ്റെ മുന്നിൽ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഇങ്ങനെ യേശുവ എല്ലാം അറിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇത് വഴി ഒരുക്കിയത്. എനിക്ക് മീഡിയാസിൽ ഇപ്പോൾ എനിക്കൊരവസരം എന്തോ പെട്ടെന്ന് എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ വീഡിയോയിൽ ഞാൻ സാറിൻ്റെ മുന്നിലേക്ക് വരുന്നത്. ഇത് കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാണുമെന്ന് സാർ ഇത് വിശ്വസിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലെയുള്ള ഒരുപാട് പേർക്ക് ആ പൈസ കൊണ്ട്, ആ 1 കോടി രൂപ കൊണ്ട് ആ സ്മാരകം പണിഞ്ഞിട്ട് ഒരു കാര്യമില്ല സാർ. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ആ പുള്ളി ജീവിച്ചിരിപ്പുണ്ട്. പുള്ളിക്കാരൻ്റെ സിനിമ ഒരുപാടുണ്ട്, അത് കാണുമ്പോൾ തന്നെ പുള്ളിക്കാരനെ ഓർക്കാറുണ്ട്. അപ്പം ഈ സ്മാരകം പണിതിട്ട് ഒരു മരിച്ചുപോയ ആൾക്ക് വേണ്ടിയിട്ട് ഒരു സ്മാരകം പണിത് വെച്ചാൽ അതിലൊരു പ്രയോജനം ഉണ്ടാവില്ല അതിന്. പക്ഷേ ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ ഒത്തിരിയും പ്രയോജനം, ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും സാർ. ആ ഒരു പുണ്യകർമ്മം സാർ ചെയ്യുവാണെങ്കിൽ എല്ലാവരുടെയും മനസ്സിൽ സാറിന് വലിയൊരു സ്ഥാനം കിട്ടും സാർ. അപ്പോൾ അത് നമ്മൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് സാർ അത് ചെയ്യുക. അപ്പോൾ എൻ്റെ കുഞ്ഞിനാണെങ്കിൽ ഇപ്പോൾ 2 മക്കളുണ്ട് എനിക്ക് സാർ. എൻ്റെ മോന് ഡിഗ്രി വരെ പഠിച്ചു, അവന് വേറൊരു കോഴ്സും കൂടെ പഠിക്കണമെന്ന് പറഞ്ഞ് കുറച്ച് ദിവസം പോയി. അപ്പോൾ അവിടെ കൊടുക്കാനായിട്ട് ഫീസ് പോലും ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എൻ്റെ മോൻ ഇപ്പോൾ പോകാതെ, ഇപ്പോൾ എൻ്റെ മോൻ്റെ കൂടെ ഉള്ള കുറേ കുട്ടികളുമുണ്ട് ഇതുപോലെ, ഞങ്ങളെപ്പോലെ നിവൃത്തിയില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അവർ പോകാതെ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് സാർ. അവർക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്ക് അച്ഛനും അമ്മയും ഞങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട്, ഞങ്ങൾക്ക് അതിനേക്കാളും വിഷമം പഠിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം. കാരണം പുള്ളിക്കാരൻ്റെ ഒരു വരുമാനവും തുച്ഛമായ ശമ്പളമാണ്, എന്തൊക്കെ പറഞ്ഞ് ചെയ്യും സാർ. അപ്പം അവർക്ക് പഠിക്കണമെന്നുണ്ട്. ഇപ്പോൾ എൻ്റെ മോൻ പഠിക്കാതെ പോകാതെ ഇപ്പോൾ നിൽക്കുകയാണ്, ഫീസ് കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്നെപ്പോലെ ഒരുപാട് കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ട് സാർ. അത് സാറ് ഇറങ്ങി അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി എടുക്കണം. ഇപ്പോൾ എന്നെ നമുക്ക് നെറ്റിയിൽ എഴുതി വെച്ചിട്ട് നടക്കാൻ പറ്റില്ല സാറ്. എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, ഇന്ന ഇതുണ്ട്, ഇനി ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്, എനിക്ക് നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് എഴുതി നെറ്റിയിൽ ഒട്ടിച്ച് നടക്കാൻ പറ്റില്ല സാർ. അപ്പോൾ അവരുടെയൊക്കെ ഉള്ളിലെ നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല ഓരോരുത്തരുടെയും ജീവിതം എന്താണെന്ന്. അപ്പോൾ അതുകൊണ്ട് സാർ
ഇത് സാറ് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു, കേൾക്കുമെന്ന് വിചാരിക്കുന്നു സാറത്. അതുകൊണ്ട് നല്ല ഉചിതമായ തീരുമാനം എടുക്കണം സാർ. എനിക്കൊരു ഷോപ്പുണ്ട്, അതിപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത് സാർ. കസ്റ്റമർ വരുന്നുണ്ട്, പക്ഷേ അവർക്ക് കൊടുക്കേണ്ട സാധനം എനിക്കില്ല, എനിക്ക് ലോണ് കിട്ടുന്നില്ല. കാരണം സിബിലാണ്. ചില ബാങ്കുകളിൽ പോകുമ്പോൾ അവർ പറയണത് സിബിലില്ല, സിബിൽ കുറവാണ് എന്നൊക്കെ. ഇപ്പോൾ ലോൺ എടുക്കാത്തവർക്ക് പോലും സിബിൽ വേണമെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയാൽ ഞങ്ങളെപ്പോലുള്ളവർ എങ്ങനെ ജീവിക്കും സാർ, മുന്നോട്ട് പോകും? എൻ്റെ ഒരു ഹസ്ബൻഡിന് പുള്ളിക്കാരനൊരു ഹെൽപ്പ് ആവട്ടെ, എൻ്റെ മക്കൾക്കൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ എനിക്കത് പറ്റുന്നില്ല സാർ. എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനകത്ത് സാധനം വേണമല്ലോ, നിറയ്ക്കണമല്ലോ. അപ്പോൾ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങളുടെത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്നൊന്നും അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സാർ. അതുകൊണ്ട് ദയവ് ചെയ്ത് നല്ലൊരു തീരുമാനം സാർ. ആ 1 കോടി രൂപയ്ക്ക് നല്ലൊരു തീരുമാനം എടുക്കുക. ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും സാർ. വീട് വയ്ക്കാനായിട്ട് വീട് നിവൃത്തിയില്ലാത്തവർക്ക് അറിഞ്ഞിട്ട് സാർ അവർക്ക് സ്ഥലവും വീടും വയ്ക്കാനായിട്ടുള്ള ക്യാഷ് അവർക്ക് കൊടുക്കുക സാറ്. ആ കൂട്ടത്തിൽ എന്നെ ഒന്ന് പരിഗണിക്കുക എന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ് സാർ. ഞാനിതുകൊണ്ട് നിർത്തുകയാണ്. നല്ല കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം സാർ. സാറിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരിക്കും എപ്പോഴും, ഈ ജനങ്ങളും ഉണ്ടായിരിക്കും നല്ലത് ചെയ്യുമ്പോഴത്തേക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം സാർ. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ് മീഡിയാസിൽ ഒത്തിരിയും പേര് വിമർശിച്ച് വരുന്നുണ്ട് സാറിനെതിരായിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാറിൻ്റെ കൂടെ എല്ലാവരും കാണും, ഈ ജനങ്ങൾ മൊത്തം കാണും. തമിഴ്നാട്ടിൽ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് ജനങ്ങൾ മൊത്തം, കേരളത്തിലുള്ള ജനങ്ങൾ പോലും ഇന്ന് ആരാധകനായിട്ട് നിൽക്കുന്ന വിജയ് സാറിൻ്റെ അടുത്ത്. അപ്പോൾ അതുപോലെ സാറ് മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ. നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുക. ജയിലിൽ കഞ്ഞിയും പയറും അതുപോലെ കൊടുക്കുക. സ്കൂൾ കുട്ടികൾക്ക് നല്ല ഭക്ഷണം, അതിന് പകരം നല്ല ഭക്ഷണം കൊടുക്കുക. ഇറച്ചി, മീൻ, അവർക്ക് നല്ല പോഷക ആഹാരങ്ങൾ കൊടുക്കുക. അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ എടുക്കണം സാറ്. എനിക്ക് ഭയങ്കര കയ്യടി കിട്ടും സാറിന് ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന്. അപ്പം അതുകൊണ്ട് ഞാനിത് നിർത്തുവാണ്. എനിക്ക് ഇത്രയും പറയാനുണ്ട് സാർ.